അസാധ്യമേ വഴി മാറുക മാറുക യേശുവിൻ നാമത്തിനാ. മരുഭൂമിയെ നീ മലർവാടിയാക യേശുവിൻ നാമത്തിനാ. അസാധ്യമേ വഴി മാറുക മാറുക യേശുവിൻ നാമത്തിനാ. രോഗശക്തികളെ വിട്ടുപോയിടുക യേശുവിൻ നാമത്തിനാ. അസാധ്യമേ വഴി മാറുക മാറുക യേശുവിൻ നാമത്തിനാ. ശത്രുവിനായുധമേ തകർന്നു പോയിടുക യേശുവിൻ നാമത്തിനാ. അസാധ്യമേ വഴി മാറുക മാറുക യേശുവിൻ നാമത്തിനാ. തടസ്സങ്ങളെ പൊട്ടിച്ചിതറിപ്പോയിടുക യേശുവിൻ നാമത്തിനാ. അസാധ്യമേ വഴി മാറുക മാറുക യേശുവിൻ നാമത്തിനാ. ഞെരുക്കങ്ങളെ വഴി മാറിപ്പോയിടുക യേശുവിൻ നാമത്തിനാ. അസാധ്യമേ വഴി മാറുക മാറുക യേശുവിൻ നാമത്തിനാ. വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ സമയത്ത് അറിയിക്കുന്നു. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 18-ാം അധ്യായം 19-ാമത്തെ വചനം ഇങ്ങനെ പറയുന്നു: ഭൂമിയിൽ വെച്ച് നിങ്ങൾ 2 പേർ ചോദിക്കുന്ന ഏത് കാര്യത്തിലും ഐക്യമെത്തിപ്പെട്ടാൽ അത് സ്വർഗസ്ഥനായ എൻ്റെ പിതാവിങ്കിൽ നിന്ന് അവർക്ക് ലഭിക്കും. പ്രാർത്ഥിക്കുമ്പോൾ 2 പേർ പ്രാർത്ഥിക്കുന്ന കാര്യം, ദൈവത്തോട് ചോദിക്കുന്ന കാര്യം, ഈ ഭൂമിയിൽ വെച്ച് അവരൊരേ മനസ്സോട് ഐക്യമെത്തപ്പെട്ടാ പ്രാർത്ഥിക്കുന്നെങ്കിൽ, ഒറ്റ ഹൃദയത്തോടാണ് പ്രാർത്ഥിക്കുന്നെങ്കിൽ അത് സ്വർഗസ്ഥനായ പിതാവാം ദൈവത്തിൽ നിന്ന് അവർക്ക് ലഭിക്കും എന്ന് യേശു ക്രിസ്തു പറഞ്ഞു. അപ്പോൾ ഈ യേശു ക്രിസ്തു പറഞ്ഞ വാക്കുകളൊന്നും മാറത്തില്ല. ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറ്റമില്ല. അപ്പം അതുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ 2 പേർ ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ചാൽ, ഒരേ ഹൃദയത്തോടെ പ്രാർത്ഥിച്ചാൽ അത്ഭുതം നടക്കുമെന്നാണ് കർത്താവ് പറഞ്ഞതിൻ്റെ രത്നചുരുക്കം. അതിൻ്റെ 18-ാം വാക്യത്തിൽ പറയാണ്: നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും. കെട്ടുക, അഴിക്കുക, ഇതെന്താ ചെയ്യുന്നത്? പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. നമ്മൾ ഭൂമിയിൽ പ്രാർത്ഥിക്കുന്ന കാര്യം സ്വർഗത്തിൽ അതിന് വിടുതൽ, മറുപടി ലഭിക്കും എന്നുള്ളൊരു ഉറപ്പാണ് ഈ വചനത്തിലൂടെ നൽകുന്നത്. നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിൽ. എന്നിട്ടാണ് പറഞ്ഞത്, ഭൂമിയിൽ വെച്ച് നിങ്ങൾ 2 പേർ ചോദിക്കുന്ന ഏതെങ്കിലും കാര്യത്തിൽ അത് ഐക്യമെത്തിപ്പെട്ടാൽ അത് സ്വർഗസ്ഥനായ എൻ്റെ പിതാവിങ്കിൽ നിന്ന് അവർക്ക് ലഭിക്കും. കർത്താവിൻ്റെ ഒരു വാഗ്ദത്തമാണിത്. 2 പേർ, അത് ഭൂമിയിൽ ഏറ്റവും എളുപ്പം പ്രാർത്ഥിക്കാൻ പറ്റുന്ന കുടുംബമാണ്. അപ്പോൾ തന്നെ 2 വ്യക്തികൾ തമ്മിൽ ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എന്തെവിടെയാണെങ്കിലും ഒരു മനസ്സോടെ പ്രാർത്ഥിക്കും. അതുകൊണ്ട് അപ്പോസ്തലന്മാർ ഒരു മനസ്സോടെ കൂടി ഇരുന്നപ്പോഴാണ് പരിശുദ്ധാത്മാവിടെ പ്രവർത്തി. അപ്പം പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി വെളിപ്പെടണമെങ്കിൽ, അത്ഭുതങ്ങൾ നടക്കണമെങ്കിൽ, ആ പ്രാർത്ഥനാ വിഷയത്തിന് മറുപടി ഉണ്ടാകണമെങ്കിൽ ഒരേ മനസ്സോടെ പ്രാർത്ഥിക്കുന്നത് വളരെ ആവശ്യമാണ്. എന്നിട്ട് 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ അവരുടെ നടുവിൽ ഉണ്ട് എന്ന് പറഞ്ഞു. ഈ 2-3 പേർ ഒന്നിച്ചാണ് കൂടുന്നെങ്കിൽ അതിന് നടുവിൽ അത്ഭുതം നടക്കുമ്പോൾ പരിശുദ്ധാത്മാവ് മാത്രമല്ല, യേശു കർത്താവ് അവിടെ സന്നിഹിതനാണ്, അവിടെ ഉണ്ടെന്നാണ്. നമ്മുടെ കണ്ണുകൊണ്ട്, നഗ്ന നേത്രം കൊണ്ട് യേശുവിനെ കാണാൻ കഴിയുന്നില്ലെങ്കിലും ഈ വചനാടിസ്ഥാനത്തിൽ യേശു ആ സ്ഥലത്ത് ഉണ്ടെന്നുള്ള ഉറപ്പാണ് നമുക്ക് ലഭിക്കുന്നത്. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ യേശു കർത്താവ് ഒരു ഉറപ്പ് തരികയാണ്: നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും. 2 പേർ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ നിങ്ങൾ അത് പ്രാർത്ഥിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അത് ആരുടെ നാമത്തിൽ ചോദിക്കണം? നിങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് ഞാനത് ചെയ്തു തരും. യേശു കർത്താവ് പറയാണ്, ഞാൻ തന്നെ അത് ചെയ്യാണ്, ഞാനത് ചെയ്തു തരും.
എന്നിട്ട് പറയാണ്, നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്നോട് അപേക്ഷിക്കുന്നതൊക്കെയും ഒരു കാര്യം മാത്രമല്ല, എല്ലാം ഞാൻ ചെയ്തു തരും എന്നുള്ള ഉറപ്പാണ് കർത്താവ് നമുക്ക് നൽകുന്നത്. 1 യോഹന്നാൻ 5:14 ഇപ്രകാരം പറയുന്നു. 1 യോഹന്നാൻ 5:14, അവൻ്റെ ഇഷ്ടപ്രകാരം നാം എന്തെങ്കിലും അപേക്ഷിച്ചാൽ അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നുള്ളത് നമുക്ക് അവനോടുള്ള ധൈര്യമാണ്. ചില വിഷയങ്ങൾക്ക് എന്ത് മറുപടി വന്നില്ല, അത് കർത്താവിന് ഹിതമല്ലാത്ത ഒരു കാര്യമാണ് നമ്മൾ ചോദിക്കുന്നെങ്കിൽ അത് ചിലപ്പം മറുപടി ലഭിക്കത്തില്ല. ചില കുടുംബജീവിതത്തിലൊക്കെ ഒന്ന് ജീവിക്കുന്നവരൊക്കെ പെട്ടെന്ന് വന്ന് എന്നോട് ചിലർ പറയാറുണ്ട്, ഡൈവോഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കും. പക്ഷെ ദൈവം യോജിപ്പിച്ചതിനെ വേർതിരിക്കാൻ ആർക്കും കഴിയുന്നില്ല. അപ്പോൾ ഡൈവോഴ്സ് തരാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്ക് പറ്റത്തില്ല. പല കാരണങ്ങളുണ്ടാകാം, പക്ഷേ അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. ഇവിടെ പറയുകയാണ്, അവൻ്റെ ഇഷ്ടപ്രകാരം. ആരുടെ ഇഷ്ടപ്രകാരം? ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം നാം എന്തെങ്കിലും അപേക്ഷിച്ചാൽ അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നുള്ളത് നമുക്ക് അവനോടുള്ള ധൈര്യമാകും. നാം അപേക്ഷിച്ചാൽ അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നറിയുന്നുവെങ്കിൽ അവൻ നമ്മോട് കഴിച്ച അപേക്ഷ നമുക്ക് ലഭിച്ചു എന്നും നാം അറിയുന്നു. അപ്പോൾ തന്നെ യാക്കോബോസ്തലൻ പറയാണ്, യാക്കോബോസ്തലൻ ലേഖനം വായിക്കുമ്പോൾ അതിൻ്റെ 1-ാം അധ്യായം 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ, നിങ്ങളിൽ ഒരുത്തിന് ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ ഭത്സിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്നവനായ ദൈവത്തോട് യാചിക്കട്ടെ, അപ്പോൾ അവനത് ലഭിക്കും. എന്നാൽ അവൻ ഒന്നും സംശയിക്കാതെ വിശ്വാസത്തോടെ യാചിക്കണം. അപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം, ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുമ്പം സംശയത്തോടെ പ്രാർത്ഥിക്കരുത്. നമ്മൾ മുമ്പ് പറഞ്ഞത് ദൈവഹിതപ്രകാരം പ്രാർത്ഥിക്കുക. സംശയത്തോട് പ്രാർത്ഥിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അവൻ കാറ്റടിച്ച് അലയുന്ന കടൽ തിരക്ക് സമൻ. ഇങ്ങനെയുള്ള മനുഷ്യൻ കർത്താവിൽ നിന്ന് വലുതും ലഭിക്കും എന്ന് നിരൂപിക്കരുത്. ഇരുമനസ്സുള്ള മനുഷ്യൻ തൻ്റെ വഴികളിലൊക്കെയും അസ്ഥിരനാകുന്നു. പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങൾ ചേർന്ന് ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കുന്നു പുത്രൻ്റെ നാമത്തിൽ. ഞങ്ങൾ ഇന്ന് 2 പേർ, ഇന്ന് വചനം പറയുന്ന ഞാനും ഇന്ന് ഈ വചനം കേൾക്കുന്ന വ്യക്തികൾ ഒറ്റ മനസ്സോടെ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എന്നെ കേൾക്കുന്ന രോഗികൾ യേശുവിൻ്റെ അടിപ്പിണയിൽ സൗഖ്യമായിട്ട്. ഇപ്പം എന്നോടൊപ്പം പ്രാർത്ഥിക്കുന്നവർ അവരുടെ ശരീരത്തിൽ ഇപ്പം തന്നെ കൈവച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവരുടെ ശരീരങ്ങളിൽ ഇപ്പോൾ ജീവൻ പ്രാപിക്കട്ടെ. നാഡീ നരമ്പുകൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ജീവൻ പ്രാപിക്കട്ടെ. ഇവരുടെ ജീവിതത്തിൽ അത്ഭുതകരമായൊരു വിടുതലുണ്ടാകട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൻ്റെ ശക്തിയാലുള്ളൊരു വിടുതലുണ്ടാകട്ടെ. അത്ഭുതം ഇവരുടെ ജീവിതത്തിൽ നടക്കട്ടെ. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. സകല മഹത്വവും അറുക്കപ്പെട്ട കുഞ്ഞാടിന് സമർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ പുനഃനാമത്തിൽ പിതാവേ, ആമേൻ. അസാധ്യമേ വഴി മാറുക യേശുവിൻ നാമത്തിനാ. അസാധ്യമേ വഴി മാറുക യേശുവിൻ നാമത്തിനാ.